സ്നേഹപ്പെട്ട എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. നീ ഒരു സമയം തെളിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊടുക്കുക. ലൂക്കോസ് സുവിശേഷം 22-32 വാക്യം. യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ലൂക്കോസ് സുവിശേഷം 21-24 വാക്യം. 34 വാക്യം. 60-61. ശീമോൻ പത്രോസിനെ കർത്താവ് എങ്ങനെയാണ് പുനഃസ്ഥാപിച്ചെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. സുവിശേഷം 21-15-17 പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. പത്രോസ് എന്തെല്ലാം സകാര്യം പ്രതീക്ഷിക്കാമെങ്കിലും അവൻ ലഭിച്ച പാപമോചനം പുനഃസ്ഥാപനം മാത്രമാണ്. പത്രോസ് തന്നെ തള്ളിപ്പറഞ്ഞവനെ യേശു വീണ്ടും പരാമർശിച്ചതേയില്ല. പകരം തന്നോടുള്ള സ്നേഹം വീണ്ടും ഉറപ്പിപ്പാനും തന്നെ അനുഗമിക്കുന്നവരെ പരിപാലിപ്പാനും അവരോട് നിർദ്ദേശിക്കുകയാണ്. സുവിശേഷം 21-15 പഠിക്കുവാൻ സാധിക്കും. പത്രോസ് തന്നെ കൈവിടുന്നതിന് മുമ്പുള്ള യേശുവിൻ്റെ വാക്കുകൾ നിവൃത്തിയാക്കുകയായിരുന്നു. നീ ഒരു സമയം തിരിഞ്ഞ് വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ലൂക്കോസ് 22-32 വാക്യം. അതേ, പാപമോചനത്തിനും പുനഃസ്ഥാപനത്തിനും വേണ്ടി യേശുവിനോട് ചേർന്ന് നടക്കുക. മാത്രമല്ല സഭയിൽ ശുശ്രൂഷിക്കുകയും മറ്റു വിശ്വാസികളെ ഉറപ്പിക്കുകയും ചെയ്യണം. നാം ദൈവത്തിൽ നിന്ന് എത്ര അകന്നു പോയാലും നമ്മോട് ക്ഷമിപ്പാനും നമ്മെ തിരികെ സ്വാഗതം ചെയ്യുവാനും മാത്രമല്ല നമ്മെ പുനഃസ്ഥാപിപ്പാനും അവിടുന്ന് എപ്പോഴും തയ്യാറാണ്. അങ്ങനെ നമുക്ക് അവിടുത്തെ സ്നേഹിപ്പാനും സേവിപ്പാനും മഹത്വപ്പെടുത്തുവാനും കഴിയും. നാം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വളരെ അകലെയല്ല. അവിടുത്തെ സ്നേഹനിർഭരമായ കരങ്ങൾ വിശാലമായി തുറന്നിരിക്കുന്നു. ദൈവത്തിലേക്ക് തിരിയുന്നതിനെക്കുറിച്ച് എന്തൊക്കെ ഭയമാണ് നിങ്ങളിൽ ഉള്ളത്? അവിടുത്തെ പാപക്ഷമയുടെ കൃത്യം അറിയുന്നത് അവങ്കിലേക്ക് മടങ്ങാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കും? പ്രാർത്ഥിക്കാം. പിതാവേ, എന്നോടുള്ള അങ്ങയുടെ അനന്തമായ കരുണയ്ക്കും സ്നേഹത്തിനും ക്ഷമയ്ക്കും നന്ദി പറയുന്നു. അങ്ങനെ ശാശ്വതമായ സ്നേഹത്തിൽ എനിക്ക് വിശ്വസിപ്പാൻ കഴിയുന്നതിനാൽ നന്ദി. താങ്കൾ ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അതേ ഒന്നേക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.